ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വൈഗൺ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പസിൽ സാറ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുമായിട്ട് വന്നത് അവസാനം വരെ അങ്ങ് കൂടെ ഇരിക്കുക. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ SLCയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ആകെയാ ഇനി എന്താ പരിപാടി? ഇനി നല്ലപോലെ പഠിക്കണം. ഇതുവരെ എങ്ങനെയാണ് പഠിച്ചത്? അടിച്ചു പൊളിച്ച് പഠിച്ചു. അപ്പം നമ്മുടെ ലക്ഷ്യം ടൈം ടേബിൾ ഒന്ന് നോക്കുക, അനലൈസ് ചെയ്യുക. ഇനി ഫ്യൂച്ചർ പരിപാടി എന്താണ് അതൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകൻ്റെ ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ടൈം ടേബിൾ മീൻസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. യെസ് എടാ, നമ്മുടെ 2022-23 വർഷത്തിൽ ഓക്കെ അതെന്തോ ആയിക്കോട്ടെ, നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടൈം ടേബിളിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോകാം. ടൈം ടേബിളിൽ 4-ാം തീയതി പരീക്ഷ തുടങ്ങും. എൻ്റെ പടച്ചോനെ, 4-ാം തീയതി പരീക്ഷ തുടങ്ങും. ഇന്നലെ ഡേറ്റ് ഇന്ന് 5-ാം തീയതി അല്ല 6-ാം തീയതി എങ്ങനെ? ഓക്കെ, 5-6 സംതിങ് എന്തോ ആയിക്കോട്ടെ. യെസ്, ഇനി കറക്റ്റ് കഷ്ടിച്ച് 2 മാസം നമ്മുടെ മുമ്പിലുള്ളൂ. 2 മാസം, 2 months, 60 days, only 60 days. സോ ഈ ഡേറ്റ് നേരാവണ്ണം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച മക്കളെ. 4-ാം തീയതി എക്സാം തുടങ്ങുന്നു. ഏതാണ് പരീക്ഷ? മലയാളം ഭാഷ 1, അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതം ആകാം, അത് ഉറുദു ആകാം, കന്നഡ ആകാം, അറബിക് ആകാം, അതെല്ലാം നമ്മുടെ ഭാഷ. ഓക്കെ, ഭാഷയുടെ എക്സാം രാവിലെയാണ് പരീക്ഷകൾ. ഓക്കെ, നെക്സ്റ്റ് 6-ാം തീയതി ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഓഹോ, രക്ഷപ്പെട്ട. തിങ്കളാഴ്ച ചൊവ്വാഴ്ച അവധിയാണ്. 2-ാം ഭാഷ നമ്മുടെ ഇംഗ്ലീഷാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മാത്സ് ഗണിതം വരുന്നത് വളരെയധികം ഗ്യാപ്പ് ഉണ്ട് മക്കളെ. ബുധൻ കഴിഞ്ഞ് വ്യാഴം, വെള്ളി, ശനി, ഞായർ അടിച്ചു പൊളിച്ച് ഗണിതശാസ്ത്രം പഠിക്കാം, മാത്സ് പഠിക്കാം. മാത്തമാറ്റിക്സിന് നല്ല ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സമയമുണ്ട് എന്ന് വെച്ച് നിങ്ങൾ എന്ത് വിചാരിക്കും? ഇന്ന് പഠിക്കാം, അല്ല നാളെ പഠിക്കാം, അല്ലെ മറ്റന്നാൾ പഠിക്കാം, പിന്നെ പഠിക്കാം, അവസാനം ഒന്നും പഠിക്കൂല, പരീക്ഷ പോയിട്ട് ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെയല്ല, ഈ ഒരു വലിയൊരു ഗ്യാപ്പ് 6-ാം തീയതി മുതൽ 7, 8, 9, 10 ഈ 4 ദിവസം എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ള കറക്റ്റ് ഷെഡ്യൂളും ടൈം ടേബിളൊക്കെ ഞങ്ങൾ തരും. അതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഞങ്ങൾ നേരെ റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് A+ നിങ്ങളെ കയ്യിൽ വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? ഓക്കെ, പിന്നെ തിങ്കളാഴ്ച നമ്മുടെ മാത്സ് പരീക്ഷ കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പ് എടുത്തോളി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ബുധനാഴ്ച പോയിട്ട് മലയാളം സെക്കൻഡിൻ്റെ എക്സാം. ഓക്കെ, യെസ്, മലയാളം സെക്കൻഡും കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഫിസിക്സ് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഓ, രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് 14-ാം തീയതി ഗ്യാപ്പ് ഉണ്ട്. ഒരു ചെറിയൊരു ഓഫ് ഉണ്ട്. വ്യാഴാഴ്ച, അത് കഴിഞ്ഞ് വെള്ളി, ഫ്രൈഡേ ഫിസിക്സ് ആണ്. പിന്നെ 18-ാം തീയതി മാർച്ച് 18-ന് ഹിന്ദി ജനറൽ നോളജ്, ഹിന്ദിയാണ് കേട്ടോ, നമ്മുടെ 3-ാം ഭാഷ ഹിന്ദിയാണ് വരുന്നത് തിങ്കളാഴ്ച. അപ്പോൾ ഹിന്ദിക്ക് 2 ദിവസം ഗ്യാപ്പ്. ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പൊതുവേ, എന്നാൽ നമുക്ക് ഭാഗ്യവാന്മാരാണ്. 2 ദിവസം ഗ്യാപ്പ്, ശനിയും ഞായറും ഗ്യാപ്പ്. ഓക്കെ, ഇത്ര ഗ്യാപ്പ് ഇട്ട് തരുന്നതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ എക്സാം ടഫാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ? പേടിക്കണം. ചിലപ്പോൾ എങ്ങനെ ടഫായാലും നമ്മളത് എഴുതിയിരിക്കും. എങ്ങനെ ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യുകയും ചെയ്യും, A+ നേടുകയും ചെയ്യും. അതിനുള്ള ഏകൻ കൂടെയുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് ഇനി ബുധനാഴ്ച ഒരു ദിവസം എല്ലാത്തിനും ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു ടൈം ടേബിൾ. രസതന്ത്രം, രസകരമായിട്ട് നമുക്ക് കെമിസ്ട്രി പഠിക്കാം. ഇത് കെമിയാട്ടെ, കെമിയുടെ പേരാണ് രസതന്ത്രം എന്നുള്ളത്. കെമിയാണ്. നമ്മുടെ റിജു സാറൊക്കെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, യെസ്, 20-ാം തീയതി നമ്മൾ കെമിസ്ട്രിയുടെ പരീക്ഷ എഴുതും. ഓക്കെ, അത് കഴിഞ്ഞ് ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ വ്യാഴം ഒരു ദിവസം ലീവ് ഉണ്ട്. വ്യാഴാഴ്ച നമുക്കൊരു ലീവ് ഉണ്ട്. ആ ലീവ് എടുത്ത ശേഷം നമുക്ക് വെള്ളിയാഴ്ച പോയിട്ട് ഏത് എഴുതാം? ജീവശാസ്ത്രം, ബയോളജി എഴുതാം. ബയോളജിയുടെ എക്സാമാണ് വെള്ളി. ഇനിയാണ് നമ്മുടെ പൂരം, നമ്മുടെ സ്വന്തം സാധനം. 23, 22 ദിവസം മതി, ധാരാളം. 2 ദിവസം ധാരാളമാണ്. യെസ്, തിങ്കളാഴ്ച ശനി ഞായറും കഴിഞ്ഞിട്ട് സോഷ്യൽ സയൻസ് ലാസ്റ്റ് എക്സാം. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരുവിധം പേടിക്കുന്ന സബ്ജക്റ്റാണ് മാത്സും സോഷ്യലും, അല്ലേ? മാത്തമാറ്റിക്സ് ആയിരിക്കും കൂടുതൽ ആളുകൾക്കും പേടിയുണ്ടാവും. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. മാത്സിനൊക്കെ നല്ല അവധികളൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടൈം ടേബിൾ, അടിപൊളി ടൈം ടേബിൾ. ഐ ലൈക്ക് ഇറ്റ്. ടൈം ടേബിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഉള്ളത് പറയാലോ. ടൈം ടേബിൾ എനിക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാം സ്വീകരിച്ചുകൊണ്ടുള്ളൊരു ടൈം ടേബിളാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും 2 എക്സാമിനൊക്കെ പണി തരാറുണ്ട്, ഗ്യാപ്പുകൾ ഉണ്ടാവാറില്ല. ഇത് കറക്റ്റ് ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് അത്യാവശ്യം പഠിക്കാനുള്ള സമയം തന്നുള്ളൊരു ടൈം ടേബിളാണ്. സോ യു ആർ ലക്കി ഫെലോസ്. ഓക്കെ, നല്ല ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. പക്ഷേ ആ ഭാഗ്യം എവിടെയും കൂടെ കാണണം, പരീക്ഷാ പേപ്പറിലൂടെ കാണണം. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കണം, എന്നാൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, എക്സാം എളുപ്പമാവുന്ന ആരും പ്രതീക്ഷ കൊണ്ടിരിക്കൊന്നും വേണ്ട. എളുപ്പമായാലും എളുപ്പമായി, പക്ഷേ ടഫായാലും നമ്മൾക്ക് എന്ത് ചെയ്യണം? അത് എളുപ്പമാക്കി മാറ്റണം. എല്ലാം അറിഞ്ഞാൽ പിന്നെ അതെന്താ എളുപ്പമാണ്. സോ ഡോണ്ട് വറി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഫെബ്രുവരി 1-ാം തീയതി മുതൽ 14-ാം തീയതി വരെ, നല്ല ഡേറ്റാ, ഫെബ്രുവരി 14-ാം തീയതി വരെ ഉള്ള ആ ഒരു സമയത്താണ് നമ്മുടെ IT-യുടെ പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടും ഏകളിൽ IT-യുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതും ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഏകളിൽ കാണാൻ പറ്റും. അപ്പോൾ എനിവേ, നിങ്ങളെല്ലാവരും അറിഞ്ഞെന്നുള്ള ഒരു ധാരണയിലാണ് ഞാനിരിക്കുന്നത്. എന്നാലും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുകയാണത്. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കളോടായിട്ട് പറയുകയാണ്,
നമ്മുടെ ഏകന്റെ ഫ്രീ ബാച്ച് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓടിക്കൊണ്ടിരിക്കുക മീൻസ് ഓടാൻ പോവാണ്. ഓടാൻ പോകാന്ന് ഉദ്ദേശം വേറെ ഒന്നുമല്ല കേട്ടോ. ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. SLC-കാർക്കുള്ള റിവിഷൻ ബാച്ചാണ്. SLC-യുടെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 10-ാം തീയതിയോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 15-ാം തീയതിയോട് കൂടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിവേ അത് ആപ്പ് വഴിയാണ് നമ്മുടെ നോട്ട്സും മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കഷൻസും അതുപോലെ മെന്ററിംഗ് ഒക്കെ നടക്കുന്നത്. ക്ലാസ്സുകൾ മാത്രം യൂട്യൂബിലാവും. യൂട്യൂബ് എവിടെ ഉണ്ടായിരിക്കും? ആപ്പിലുണ്ടായിരിക്കും. ആപ്പിലൂടെ എല്ലാ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മക്കൾക്ക് അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും അഡ്മിഷൻ എടുക്കണം. ഫ്രീ അല്ലേ? ഫുൾ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞു. മൊത്തം ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതിന് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നമ്പറിൽ നേരെ വിളിക്കാം. എന്നാലും ഞാനിവിടെ എഴുതി തരാം ഏതാണ് ആ നമ്പർ എന്നുള്ളത്. പല ആളുകളും ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ വിളിച്ചാൽ മീൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അവരൊക്കെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. എന്തായാലും ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത വീക്കോട് കൂടി ബാച്ച് റണ്ണിങ് ആയിരിക്കും. സോ അതിൽ കയറാൻ ആഗ്രഹിക്കുന്ന എല്ലാ എൻ്റെ മക്കളും ഈ നമ്പറിൽ അങ്ങ് വിളിക്കുക. ഓക്കെ, നമ്പറാണിത് 9207 വിളിക്കരുത്. 100-600 ആണോ. അതുപോലെ പോലീസ് സ്റ്റേഷനിലേക്കും പോകും. ഓക്കെ, യെസ് 100-600 9207 ഇതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഷെയർ ചെയ്യാം. നമ്മുടെ SSLC-യുടെ ഫുൾ A+. നിങ്ങൾക്ക് വേണ്ടത് ഫുൾ A+ ആണ്. ഞങ്ങൾ തരുന്നത് ഫുൾ A+ ആണ്. യെസ്, അപ്പോൾ അത് നമ്മൾ അങ്ങ് നേടിത്തരും. വലിയൊരു ടീം നിങ്ങളുടെ പിറകെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് മക്കളെ. മാക്സിമം ഷെയർ ചെയ്തോളി. നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. കാരണം SSLC-യുടെ ടൈം ടേബിൾ വന്നാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള പകുതി മോട്ടിവേഷൻ ആയി എന്നുള്ളതാണ്. ടൈം ടേബിൾ വന്നു, ഇനി ബാക്കി പഠിച്ചാൽ മാത്രം മതി. എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ ഞാൻ ഇവിടുന്ന് പോകുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചാനലിലൂടെ വഴിയെ ഞങ്ങൾ ഓരോന്ന് അറിയിക്കാം. ബൈ.